ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ഡേ 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ മോർണിംഗ് ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ ലോങ് യാത്രകളൊന്നും പോകാൻ പ്ലാനില്ല. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള സൂറിക്ക് സിറ്റി ഒന്ന് പോയിട്ട് സൂറിക്ക് ലേക്കൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ സിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ട് ഒരു വാക്കിംഗ് ഒക്കെ നടത്തി തിരിച്ചു പോരാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ ഏകദേശം സൂറിക്ക് സിറ്റി എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, റോഡിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ട്രാം സർവീസിൻ്റെയും പിന്നെ അതുപോലെ ഇലക്ട്രിക് ബസ്സിന് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് സപ്ലൈയുടെ ലൈനാണ് നമുക്ക് ആ മേഖലയിൽ കാണുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രിക് ബസ്സൊക്കെ പോകുന്നത് കണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പം നമ്മൾ ഇന്ന് സൂറിക്ക് സിറ്റിയിൽ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ലേക്ക് സൈഡിൽ കൂടെ ഒരു വാക്കിങ് നടത്താനാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്. അപ്പം നമ്മൾ ഏകദേശം ഇവിടെ എത്തി. നമ്മളിങ്ങനെ പാർക്കിങ് തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, ഒരു ഇൻ്റർനാഷണൽ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചാണ് ആ സൈഡ് കാണുന്നത്. ശരിക്കും റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് വണ്ടിയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ചെറിയ നാരോ ആയിട്ടാണ്, വൺ സൈഡ് മാത്രം വണ്ടി പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ നമ്മൾ സിറ്റിയുടെ അകത്ത് തന്നെയാണിത്. പക്ഷേ അവിടുത്തെ ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയൊക്കെയാണ്. ഇതുവഴി വണ്ടികളൊക്കെ പോകുന്നതാണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. അങ്ങനത്തെ ചെറിയ വഴികളാണ്. ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ബാർബർ ഷോപ്പ് കാണാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ്ട് വില വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹെറൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹെറൻ എന്ന് പറഞ്ഞാൽ ജെൻറ്റിൽമാന് 30 സ്വിസ് ഫ്രാങ്ക് ആണ്. ബാർട്ട്, അതായത് ബിയേർഡിന് 20 സ്വിസ് ഫ്രാങ്ക്. നമ്മുടെ UK കമ്പയർ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ സ്ഥലത്തൊക്കെ അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 10 പൗണ്ടിനൊക്കെ ജെൻറ്റിൽമാന് വെട്ടാൻ പറ്റും. ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണെന്നാണ് കേട്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം പാർക്കിംഗ് ഇതുകൊണ്ട് ആ കാണുന്ന റോഡിലാണ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മൾ ഇനിയും സൂറിക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ലെസ് ദാൻ 5 മിനിറ്റ് വാക്കിങ്ങേ ഉള്ളൂ സൂറിക്ക് ലേക്കിൻ്റെ അടുത്തേക്ക്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് ട്രാമാണ് കൂടുതലും. പിന്നെ ഇലക്ട്രിക് ബസ്സുകളും ഇതേ റോഡിൽ കൂടെ തന്നെ പോകും. ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലേക്കാണ്. ഇന്ന് ഇവിടുത്തെ എന്തോ ഒരു വലിയ മാരത്തോൺ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ റോഡെല്ലാം ഫുള്ളി ബ്ലോക്ക് ചെയ്തിട്ട് മാരത്തോൺ നടക്കുകയാണ്. അതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ വന്ന ദിവസം എന്തായാലും നമ്മൾ പെട്ടു. കാരണം റോഡൊക്കെ ഇനി ക്രോസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നിട്ട് ബ്ലോക്ക് ചെയ്യണമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ ക്രോസ് ചെയ്യണമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് മാരത്തോണൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്താൽ ലേക്കിൻ്റെ സൈഡിലേക്ക് പോകണം. റോഡൊക്കെ ക്രോസ് ചെയ്ത് സൂറിക്ക് ലേക്കിൻ്റെ സൈഡിലെത്തി. ഈ കാണുന്നതാണ് സൂറിക്ക് ലേക്ക്.
അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് വിശാലമായ സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ പൂവൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇതുവഴി നടക്കാനാണ് നമ്മുടെ പ്ലാന്. കുറച്ച് നടന്ന് മുമ്പേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ചൈനീസ് ഗാർഡൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ വരെ ഒന്ന് നടക്കാമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ചൈനീസ് ഗാർഡനും കൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് നടക്കാമെന്നാണ് പ്ലാന്. അപ്പം നമ്മൾ ചൈനീസ് ഗാർഡൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂറിക് ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോഴാണ് നമ്മൾ ചെറിയ ഒരു ഐസ്ക്രീം കട കണ്ടത്. അവിടുത്തെ വെറൈറ്റീസ് കണ്ടില്ലേ, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഐസ്ക്രീമുകളാണ് അവിടെ ഉള്ളത്. ഒരു ചെറിയ കടയാണ്, പക്ഷേ അവിടെ ഒരുപാട് നമ്മൾ വേറെ ഇത്രയും വെറൈറ്റി ഐസ്ക്രീംസ് കണ്ടിട്ടില്ല. കാരണം പല ഇത്, അപ്പോൾ എല്ലാവരും ഓരോരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ചൈനീസ് ഗാർഡൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങ് ആ കാണുന്ന റെഡ് കളറിലുള്ള മതിലാണ് ചൈനീസ് ഗാർഡൻ. അപ്പം നമ്മൾ ചൈനീസ് ഗാർഡനിലൊന്ന് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന്, ചെറിയൊരു ഗാർഡൻ ആണെന്നാണ് കേട്ടത്. അപ്പോൾ അവിടുത്തെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടിട്ടൊക്കെ പോകാനാണ് പ്ലാന്. അപ്പം നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. കണ്ടല്ലേ, പിള്ളേരൊരു കേവിനകത്തൊക്കെ കളിക്കുന്നത്. ചൈനീസ് ഗാർഡനൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറിക് റോസ് ഫൗണ്ടൻസ്, അതായത് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് വാട്ടർ ഫൗണ്ടൻസ് എങ്ങോട്ട് തിരിഞ്ഞാലും കാണാൻ സാധിക്കും. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറാണ് എല്ലാ വാട്ടർ ഫൗണ്ടൻസിലും കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് സൂറിക്കിലുള്ള വാട്ടർ ഫൗണ്ടൻസിൽ ഈ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഏപ്രിലിൽ അവർ റോസാപ്പൂക്കൾ നിറയ്ക്കും. അപ്പം അത് എന്താണ്, പീസ് ആൻഡ് ഹോപ്പിൻ്റെ ഒരു സൂചകമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതൊന്ന് കാണാനുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ വീണ്ടും നടന്ന് മാരത്തോണിൻ്റെ ആ ഒരു റോഡെത്തി. അപ്പോൾ നമ്മൾ തിരക്ക് കുറയുന്നതനുസരിച്ച് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് വേണം നമുക്ക് വാട്ടർ ഫൗണ്ടൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. നമ്മൾ ഒരു റോസ് ഫൗണ്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഫൗണ്ടനാണ്. അങ്ങനെ ഇതേപോലത്തെ കുറേ ഫൗണ്ടൻസ് ഉണ്ട് ഇവിടെ. അപ്പം കണ്ടില്ലേ, ഇങ്ങനെ ആ വെള്ളം വീഴുന്നിടത്തുനിന്ന് ആൾക്കാരിങ്ങനെ വന്ന് ബോട്ടിൽ നിറയ്ക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല. ചെറിയ ബോട്ടിൽ കൈവച്ചിരുന്നാൽ മതി. ഇനി ബോട്ടിലില്ലെങ്കിൽ നമുക്ക് കൈവച്ചിങ്ങനെ കുടിക്കാൻ പറ്റും. അതങ്ങനെ എല്ലായിടത്തും തന്നെ വാട്ടർ ഫൗണ്ടൻസും ഉണ്ട്. കണ്ടില്ലേ, അടുത്ത രണ്ടാമത്തെ ഒരു ഫൗണ്ടനാണിത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫൗണ്ടനാണ്. അങ്ങനെ കുറേ ഒരു 4-5 ഫൗണ്ടൻസ് എന്തോ ഉണ്ട്. അപ്പം നമ്മളത് മാപ്പ് നോക്കി ഇങ്ങനെ പല സ്ഥലത്തോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടൻസ് എല്ലാം കാണാൻ പറ്റും. കണ്ടില്ലേ, ഇത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസാപ്പൂക്കളാണ് അതിലിട്ടേക്കുന്നത്. റോസ് ഫൗണ്ടൻസ് ഒക്കെ കണ്ട് അത്യാവശ്യം ലേക്ക് സൈഡെല്ലാം നടന്ന്
ഇനി നമ്മൾ തിരിച്ച് ലേക്ക് സൈഡിൽ കൂടെ തന്നെ നടന്ന് കാർ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളധികം ലോങ് കറക്കങ്ങളൊന്നും പ്ലാനില്ല. അപ്പോൾ ഇന്ന് ഏകദേശം കുറച്ചുകൂടെയൊക്കെ ഇവിടെ നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പം നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് നടക്കുകയാണ്. കണ്ടില്ലേ, ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പം നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ഡേ 2 ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഇനി സ്വിറ്റ്സർലാൻഡിൻ്റെ വരും ദിവസങ്ങളിലെ ബാക്കി വീഡിയോസൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.